നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സർക്കാർ ഓഫീസുകളിലെ ശുചീകരണ തസ്തികകൾ നിർത്തലാക്കാനും ജോലികൾ പുറം കരാർ നൽകാനുമുള്ള ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കരണ കമ്മീഷന്റെ ശുപാർശ സർക്കാർ അംഗീകരിച്ചു. ജീവനക്കാരില്ലാത്ത സ്ഥലങ്ങളിൽ കുടുംബശ്രീയെ പരിഗണിക്കാം. നിലവിൽ എംപ്ലോയ്മെന്റിനെ ആശ്രയിക്കുന്നതിന് പകരം പുറം കരാർ നൽകും. റവന്യൂ, ആരോഗ്യം, പോലീസ്, അഗ്നിശമന സേന, തദ്ദേശ വകുപ്പിലെ ജീവനക്കാർക്ക് സർക്കാർ ക്വാർട്ടേഴ്സുകൾ അനുവദിക്കുന്നതിൽ മുൻഗണന നൽകാനും തീരുമാനമായി. വില്ലേജ്, പഞ്ചായത്ത്, കൃഷിഭവൻ, മൃഗാശുപത്രി, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഓഫീസ് ആവശ്യത്തിന് ഇരുചക്ര വാഹനങ്ങൾ അനുവദിക്കും. ഔദ്യോഗിക ആവശ്യത്തിന് സ്വകാര്യ വാഹനം ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇന്ധന ചെലവ് അനുവദിക്കുന്നതും പരിഗണനയിലുണ്ട്. 10 വർഷത്തിൽ പഴക്കമുള്ള സർക്കാർ വാഹനങ്ങൾ ഒഴിവാക്കണമെന്നും ശുപാർശയുണ്ട്. ഇതിൽ നടപടിയെടുക്കാൻ ധനവകുപ്പിനെ ചുമതലപ്പെടുത്തി. 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ പൊളിക്കാനാണ് കേന്ദ്ര തീരുമാനം. ഇതുപ്രകാരം 3000 വാഹനങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതിൽ ആരോഗ്യവകുപ്പിന്റെ വാഹനങ്ങൾ വീണ്ടും ഉപയോഗിക്കാൻ ഇളവ് തേടി സർക്കാർ കേന്ദ്രത്തിനെ സമീപിച്ചെങ്കിലും അനുകൂല തീരുമാനമുണ്ടായില്ല. ഇതിനിടെയാണ് സർക്കാർ വാഹനങ്ങളുടെ പ്രായം 10 വർഷമായി ചുരുക്കാൻ നീക്കമുള്ളത്. സേവനാവകാശ നിയമപ്രകാരം സർക്കാർ ജീവനക്കാരുടെ മികവ് പരിശോധിക്കാൻ HR ഏജൻസികളെ ഏർപ്പെടുത്താനും നിർദ്ദേശമുണ്ടായിരുന്നു. പഠനത്തിന് സ്വകാര്യ സ്ഥാപനങ്ങളെ ഒഴിവാക്കി പകരം സർക്കാർ ഏജൻസികളെ നിയോഗിക്കും. ഓരോ ജീവനക്കാരന്റെയും ചുമതലയും ഉത്തരവാദിത്വവും കൃത്യമായി നിർവചിക്കുന്നതിനും പരസ്യപ്പെടുത്തുന്നതിനും തീരുമാനമായി. വിരമിച്ച ജീവനക്കാരുടെ സേവനം വകുപ്പുകൾക്ക് തേടാം, എന്നാൽ സൗജന്യമായിരിക്കണം, പ്രതിഫലം നൽകില്ല. സോഷ്യൽ മീഡിയയുടെ പശ്ചാത്തലത്തിൽ സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടം പരിഷ്കരിക്കാൻ പൊതുഭരണ വകുപ്പിനെ ചുമതലപ്പെടുത്തി. സ്പെഷ്യൽ റൂൾ തയ്യാറാക്കലും ഭേദഗതിയും പരമാവധി 2 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാനും തീരുമാനിച്ചു.